ഓണം സ്പെഷ്യൽ പുളിയിഞ്ചിക്കറിയാണ് നമ്മളും തയ്യാറാക്കാൻ പോകുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ ഇഞ്ചി എടുത്തിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കണം, ഇങ്ങനെ ചെറിയ പീസായിട്ട്. പിന്നെ ഞാൻ പുളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുളി നമ്മൾ ഇത്തിരി ചൂട് വെള്ളം ഒഴിച്ചും സെറ്റാക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഇഞ്ചിയിലൊരു പശയുണ്ട്, അതിനെ ഒന്ന് കഴുകിയെടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിക്കും കേട്ടോ. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കടുക് വറുത്തിട്ട് നമ്മൾ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ഈ ഒരു ചോപ്പ് ചെയ്ത ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഹാർഡ് പ്രോസസ്സാണ്, കാരണം ഇതൊരു നമ്മളൊരു 10-15 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഇളക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കുക. ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ അപ്പോഴേ ഒന്ന് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ആ സമയം കൊണ്ട് പുളിയൊക്കെ നല്ലപോലെ ഇരുന്ന് അതിൻ്റെ സത്തിറങ്ങി കാണാം. അപ്പോൾ നമുക്ക് അതിനെ ഒന്നിങ്ങനെ അരിച്ചെടുക്കാം, കാരണം ഇതിൻ്റെ അഴുക്കൊന്നും പോകാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ഈ പുളിവെള്ളം റെഡി ആയിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളെ ഇഞ്ചിയും പിന്നെ നമ്മളെ ഈ പുളിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉലുവ, ഇച്ചിരി കായം ഇതും കൂടി ഇട്ട് നല്ല സെറ്റായി വരണം. അപ്പോൾ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരുന്ന് കുറുകും കേട്ടോ. അങ്ങനെ നമ്മളുടെ ഓണ സ്പെഷ്യൽ പുളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പൈസിയാണ് ഇഞ്ചിക്കറി, പക്ഷേ എനിക്ക് ഈ ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓണത്തിന് ഉണ്ടാക്കാൻ വേണ്ടി സേവ് ചെയ്ത് വെച്ചോ. ബൈ ബൈ.